എല്ലാവർക്കും നമസ്കാരം. തിരുപ്പരംകുണ്ട്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന വിവാദങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ ഒരു ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തിരുപ്പരംകുണ്ട്രം ക്ഷേത്രം എന്നത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നതാണ്. വളരെ പൗരാണികമായിട്ടുള്ള അരുൾമിகு സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ മുകളിലുള്ള 33 സെൻറ്റ് സ്ഥലം മുസ്ലിം വിഭാഗത്തിൻ്റെതാണ്. അവിടെ ഒരു ദർഗയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആരാധനാലയങ്ങളും അവരുടെ ആചാര രീതികളും ഒക്കെ തമ്മിൽ ചില സമയങ്ങളിൽ ചില സംഘർഷങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അതിൽ മദ്രാസ് ഹൈക്കോടതി ഇടപെടുന്നത്. പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. എന്നിട്ടിപ്പോൾ അവസാനം സുപ്രീം കോടതി അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. പതിവായിട്ട് അവിടെ നിസ്കാരത്തിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് വിശേഷ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് റമദാൻ, അതേപോലെ തന്നെ ബക്രീദ് ഒക്കെയുള്ള സമയങ്ങളിൽ മാത്രം അവിടെ നിസ്കാരം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയുമല്ല, ബലി നിരോധിച്ചുകൊണ്ടുള്ള, അതേപോലെ തന്നെ മാംസ ആഹാരം അവിടെ കഴിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു രീതികളും അവിടെ പാടില്ല എന്നും അതിന് താൽക്കാലികമായിട്ടുള്ള ഒരു വിലക്കും അവിടെ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ വിധിയുടെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്, ഇത് എന്ത് തരത്തിലുള്ള മാറ്റമാണ് അവിടെ നിലവിൽ നിൽക്കുന്ന ഒരു സംഘർഷത്തിന് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്രാസ് ഹൈക്കോടതി നേരത്തെ നൽകിയിരുന്ന വിധിയിലോ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിധിയിലോ ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ആൾക്കാർക്ക് ഈ നെല്ലിത്തോപ്പ് എന്ന പ്രദേശത്ത് നമസ്കാരം പൂർണ്ണമായിട്ട് നിഷേധിച്ചിട്ടില്ല. പക്ഷേ അത് വിശേഷ അവസരങ്ങളിൽ മാത്രം, റമദാൻ, ബക്രീദ് പോലെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക ആഘോഷ ദിവസങ്ങളിലേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയാണ്. ഇതിനോടൊപ്പമുള്ള നിയന്ത്രണങ്ങളിലാണ് അവിടെ മൃഗബലി പാടില്ല, അവിടെ ഇറച്ചി പാചകം ചെയ്യാൻ പാടില്ല, അവിടേക്ക് ഇറച്ചി പാചകം ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല, അവിടെ വിതരണം ചെയ്യാൻ പാടില്ല, അവിടെ ഇരുന്ന് ഇറച്ചി ഭക്ഷണം കഴിക്കാനും പാടില്ല. ഇത് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. പക്ഷേ അവിടെ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത് ഈ വിധിയിൽ ഇടപെടുന്നില്ല, മറിച്ച് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അപ്ഹോൾഡ് ചെയ്യുകയാണ്, അത് പൂർണ്ണമായും ശരിയാണ്, അതുകൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, സമതുലിതമായിട്ടുള്ള ഒരു ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടപെടൽ ഇവിടെ ആവശ്യമേ അല്ല എന്നുമാണ് രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ച് ഈ കാര്യത്തിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിധി വരുന്നത് എന്നതാണ്. ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്, അവിടെയുള്ള ഈ നെല്ലിത്തോപ്പ് മേഖലയിലെ ഈ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിന് മുകളിലുള്ള 33 സെൻറ്റ് സ്ഥലം എന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ള ദർഗയുടെ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് അവിടെയുള്ള മതപരമായിട്ടുള്ള എല്ലാ ആചാരങ്ങൾക്കും ഇസ്ലാമിക വിശ്വാസപ്രകാരം അവർക്ക് ചെയ്യാനുള്ള എല്ലാവിധ അർഹതയുമുണ്ട്. അത് നമ്മുടെ ഭരണകൂടവും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ തന്നെ അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. എന്നാൽ അതിനൊക്കെ തന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് തിരുപ്പരംകുണ്ട്രം എന്നത് ഒരു സാധാരണ സ്ഥലമല്ല, പൗരാണിക കാലം മുതൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു ഹിന്ദു ആരാധനാലയമാണ് അരുൾമിகு സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ സാന്നിധ്യമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണത്. അതിൻ്റെ മുകളിലാണ് ഈ ദർഗ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള മതവിശ്വാസങ്ങൾ ഇടകലർന്നാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതൊന്നും തന്നെയല്ല പ്രാധാന്യമുള്ള കാര്യം, മറിച്ച് പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി എന്നീ 3 കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ തത്വമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥലത്ത് നമ്മുടേതായിട്ടുള്ള വിശ്വാസപ്രകാരമുള്ള ആരാധനയും ആചാരവും ഒക്കെ തന്നെ തുടരുന്നതിന് നമുക്ക് അർഹതയുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ പൊതുസമാധാനവുമായി ബന്ധപ്പെട്ടിരിക്കും. പബ്ലിക് ഓർഡർ എന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എങ്കിലും ഈ പറയുന്ന 3 കണ്ടീഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലുള്ള നിയന്ത്രണം. അത് അബ്സല്യൂട്ടായിട്ടുള്ള ഒരു അവകാശമല്ല, മറിച്ച് അതിന് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ അതിനെ നിജപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള അവകാശമുണ്ട്. അവിടെയുള്ള പൊതുശാന്തി അഥവാ പബ്ലിക് ഓർഡർ അത് നഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടെങ്കിൽ, മറ്റ് മതവിശ്വാസികളുടെ അവകാശങ്ങളെ അത് ലംഘിക്കുന്നുണ്ട് എങ്കിൽ സർക്കാരിന് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കോടതികൾക്കും നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ കോടതി കണ്ടിരുന്ന ഒരേ ഒരു പ്രശ്നവും അതുതന്നെയാണ്. വലിയൊരു ജനക്കൂട്ടം ഈ മലയുടെ മുകളിൽ ഒന്നിച്ചുകൂടി നമസ്കാരം നടത്താനായിട്ട് വരുമ്പോൾ ഈ മലമുകളിലേക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള തീർത്ഥാടനത്തിൻ്റെ വഴികളെല്ലാം തന്നെ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ക്ഷേത്ര ഭക്തർക്ക് അവിടേക്കുള്ള പ്രവേശനത്തിനുള്ള പ്രശ്നങ്ങളുണ്ടാകാം. മതപരമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഇത് സാധ്യതയുണ്ടാക്കും. ചരിത്രപരമായിട്ട് ആ സ്ഥലത്ത് സ്ഥിരമായിട്ടുള്ള ഒരു നമസ്കാര ശീലം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും
ഇവിടെ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ചാണ് അത് പരിഗണിച്ചത്. സ്പ്ലിറ്റ് വെർഡിക്റ്റ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം മൂന്നാമത് ഒരു ജഡ്ജിനെ കൂടി അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആ പാനലിലേക്ക് ഉൾപ്പെടുത്തുന്നു. ആ ആളിൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചതിന് ശേഷമാണ് മദ്രാസ് ഹൈക്കോടതി ഈ സുപ്രധാനമായിട്ടുള്ള ഓർഡർ പാസ്സാക്കുന്നത്. അതിൽ ജസ്റ്റിസ് ശ്രീമതി എന്ന 2 അംഗ ബെഞ്ചിലുണ്ടായിരുന്ന ഒരു ജഡ്ജ് പറഞ്ഞത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. ഈ സ്ഥലത്ത് നമസ്കാര ചടങ്ങുകളൊക്കെ തന്നെ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അവിടെ മുമ്പ് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അത് പതിവായിരുന്നു എങ്കിൽ മാത്രമാണ്, അതിന് വലിയ പഴക്കമുണ്ടായിരുന്നു എങ്കിൽ മാത്രമാണ് കസ്റ്റമറി റൈറ്റ് എന്ന രീതിയിലത്തേക്ക് ഈ നിസ്കാരം അവിടെ സ്ഥാപിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ കൊണ്ടുവരേണ്ടതാണ്. നിലവിൽ അത്തരത്തിലുള്ള രേഖകളൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു സിവിൽ കോടതിയെ ഈ രേഖകളുമായി സമീപിച്ച് അങ്ങനെ ഒരു കസ്റ്റമറി റൈറ്റ് നിസ്കാരത്തിന് വേണ്ടിയിട്ടുണ്ട് എന്ന് മുസ്ലിം വിഭാഗം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് അന്ന് ജസ്റ്റിസ് ശ്രീമതി പറഞ്ഞത്. ഇതിൽ മൂന്നാമത്തെ അംഗം കൂടി മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു വിലക്ക് നിസ്കാരത്തിനില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പരിപാടികളെ ഒരു തരത്തിലും ബാധിക്കാതെ സുപ്രധാനമായിട്ടുള്ള മുസ്ലിം ഉത്സവ ദിനങ്ങളിൽ നിസ്കാരം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ മൃഗബലി പോലെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. കാരണം മൃഗബലി അവിടെ നടത്തിയാൽ അവിടെ മതസ്പർദ്ധയുണ്ടാകും. തന്നെയുമല്ല, ബലിയുമായി ബന്ധപ്പെട്ട് കുറേയധികം നിയമവ്യവസ്ഥകളുണ്ട്. അതൊക്കെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഓർഡറിനെ അത് ബാധിക്കാനുള്ള വലിയ സാധ്യതകളാണ് കോടതി അവിടെ കണ്ടത്. സുപ്രീം കോടതി അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവിനെ ബാലൻസ്ഡ് എന്ന് പറഞ്ഞത്. കാരണം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ അവകാശത്തിനെ പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യുന്നില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറി റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് സവിശേഷ അവസരങ്ങളിൽ മാത്രം അവിടെ നിസ്കരിച്ചാൽ മതി. അതല്ലാതെ ദിവസേനയുള്ള നിസ്കാരം വേണ്ട. ഇനി അവിടേക്ക് ആൾക്കാർ പോകുന്നത് പോലും ദിവസേന പൂജയും പ്രാർത്ഥനയും ഒക്കെയുള്ള ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വഴികളെയും ബാധിക്കാതെ വളരെ കൃത്യമായിട്ട് തന്നെ അത് മാനേജ് ചെയ്യണം എന്നുള്ളതാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതും ഇപ്പോൾ സുപ്രീം കോടതി എൻഡോഴ്സ് ചെയ്യുന്നതും. സുപ്രീം കോടതി സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു കേസിൽ ഇടപെടുന്നത് വ്യക്തമായിട്ടുള്ള നിയമ പിശകുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷേ ഇവിടെ ഹൈക്കോടതി എല്ലാ വശങ്ങളും പരിഗണിച്ച് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പാതയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി മദ്രാസ് ഹൈക്കോടതിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ മുസ്ലിം മതവിഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയ ഒരാൾ വാദിച്ചത് ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ്. അതായത് പബ്ലിക് ഓർഡറിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള പ്രശ്നവും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളിലും എല്ലാ ദിവസവും നിസ്കാരത്തിന് വേണ്ടി അവിടെ അനുവാദം കിട്ടണം. സവിശേഷ അവസരങ്ങളിൽ അവർക്ക് മൃഗബലി നടത്താനായിട്ട് സാധിക്കണം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അവിടെ സെർവ് ചെയ്യുന്നതിനും അത് അവിടെ വെച്ച് അവർക്ക് ഭക്ഷിക്കുന്നതിനും ഒക്കെ തന്നെയുള്ള ഒരു തടസ്സവും ഉണ്ടാകേണ്ടതില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ വിഷയവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പെറ്റീഷണർ അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ കോടതിയിൽ ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടിയത് അവിടെ പലതരത്തിലുള്ള സമാധാന സമിതി യോഗങ്ങൾ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സംഘർഷം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാനായിട്ട് കഴിയുകയില്ല. സംഘർഷം ഒഴിവാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ സത്യത്തിൽ മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമ്മളോട് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ സിദ്ധാന്തമാണ്, ഒരു മര്യാദയാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ റൈറ്റ് ആണ്. പക്ഷേ അത് മറ്റൊരാളിൻ്റെ അവകാശത്തിനെ ലംഘിക്കുന്നിടത്ത് വെച്ച് അതിന് നിയന്ത്രണം ഉണ്ടാകും. ഒരു മലയുടെ മുകളിൽ നിരവധി മതവിശ്വാസങ്ങൾ ഒന്നിച്ച് ഒത്തുചേരുമ്പോൾ ഒരാളിൻ്റെ പരമാവധി സ്വാതന്ത്ര്യം മറ്റൊരാളിൻ്റെ അസ്വാതന്ത്ര്യമായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം, ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവിടെ അതിനടുത്ത് മൃഗബലി നടത്തുക, അവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാചകം ചെയ്യുക, അത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അവിടെ നേരത്തെയും ഇതേപോലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ബിരിയാണിയോ മറ്റോ അവിടെ കൊണ്ടുപോയി അത് കൊടുത്തു, വിതരണം ചെയ്തു. അത് അലക്ഷ്യമായിട്ട് അവിടെയൊക്കെ വെച്ചിട്ട് സ്പില്ല് ചെയ്തു തുടങ്ങിയ കുറേയധികം കംപ്ലൈൻറ്റുകൾ നേരത്തെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായതും ജില്ലാ കളക്ടറും സംസ്ഥാന ഭരണകൂടവും ഒക്കെ തന്നെ ഇടപെടേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ന്യൂനപക്ഷ അവകാശത്തിനെ റദ്ദ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് പള്ളിയിലോ വീട്ടിലോ മതസ്ഥാപനങ്ങളിലോ ഒക്കെ തന്നെ നമസ്കാരം ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. പക്ഷേ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പൊതു പൈതൃക മേഖലയിൽ ഒരു നിയന്ത്രണമുണ്ട്. അത് പബ്ലിക് ഓർഡറിനെ മുൻനിർത്തിയിട്ടാണ്, അത് നിയമപരമായിട്ട് സാധൂകരിക്കപ്പെടുന്നതാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതിയും ഇപ്പോൾ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മുമ്പും ചില തർക്കങ്ങളുണ്ടായിരുന്നു. അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് ദീപസ്തംഭത്തിൽ, ദീപത്തൂൺ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് കാർത്തികയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ആവശ്യം ഈ ഹിന്ദു പക്ഷത്തിനുണ്ടായിരുന്നു. അതിനെതിരെ പോലും പല എതിർപ്പുകളും ഉണ്ടായി. പക്ഷേ ഹൈക്കോടതി ആ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതിന് നിയമപരമായിട്ട് അനുവാദം നൽകിയതാണ്. എന്നിട്ടും അതിൽ വിവാദവും എതിർപ്പും ഒക്കെ തന്നെ ഉണ്ടായതാണ്. പക്ഷെ അന്നും കോടതി പറഞ്ഞത്
നിയമം നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ട് അവിടെ ദീപം തെളിയിക്കാനുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. അത് കസ്റ്റമറി റൈറ്റ് ആണ്. അതിനു വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെയുണ്ട്. അത് ദീപം തെളിയിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ അനുവദിക്കണം എന്നാണ്. പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർ മാത്രമേ അവിടേക്ക് പോകാവൂ. ഒരു സംഘർഷമുണ്ടാകുന്ന രീതിയിലോ അതൊരു വലിയ സാമുദായിക നേട്ടമായിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലോ ഒക്കെ ഒരാൾക്കൂട്ടം അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഒക്കെ ചേർന്ന് ആചാരപരമായിട്ട് അത് നടത്തണം എന്നും അത് സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നുമാണ് പറഞ്ഞത്. ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സംഘത്തിൻ്റെ അളവിനെ പോലും പരിമിതപ്പെടുത്തുന്നതിന് കോടതി തയ്യാറായത്. ചുരുക്കി പറഞ്ഞാൽ ഈ കേസിൽ മതപരമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളെക്കാൾ ഭരണഘടന അടിസ്ഥാനപരമായി വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണോ, നമ്മുടെ സമൂഹം സ്പർദ്ധരഹിതമായിട്ട് പോകുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, ആ നിയന്ത്രണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വിധിയാണിത്. നമ്മുടേത് ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമല്ല, ഒരു മതരാജ്യമല്ല. നമ്മുടേത് സെക്യുലറായിട്ടുള്ള ഭരണഘടനയുള്ള ഒരു റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ അവകാശം മറ്റൊരു മതവിഭാഗത്തിൻ്റെ അവകാശത്തിനെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ന്യൂനപക്ഷ അവകാശമാണ് എന്ന രീതിയിലത്തേക്ക് വാദിക്കുന്നത് കൊണ്ടും നിയന്ത്രണങ്ങൾക്ക് അത് മുകളിലാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരുടെയും അവകാശങ്ങൾ തമ്മിൽ ഒരു തുലനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് ഒരു തർക്കഭൂമിയാണ്. അതുകൊണ്ട് തന്നെ തർക്കഭൂമിയിൽ ഇപ്പോൾ സിവിൽ കോടതിയുടെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ നിയന്ത്രിതമായിട്ടുള്ള അനുമതി നൽകുക എന്നത് സംഘർഷം കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിര പരിഹാരമല്ല. ഇതിൽ സിവിൽ കോടതികൾ ആചാരപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം തന്നെ രേഖാമൂലം പരിശോധിച്ച് അന്തിമ വിധി പറയുന്നത് വരെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സമതുലിതമായിട്ടുള്ള ക്രമീകരണം എന്ന രീതിയിൽ വേണം സുപ്രീം കോടതിയുടെ ഈ ഹൈക്കോടതി എൻഡോഴ്സ്മെൻറ്റിനെ കാണാൻ. മതസ്വാതന്ത്ര്യവും നിയമഭരണവും തമ്മിൽ ഒരു സന്തുലനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ബഹുസ്വര സമൂഹം നിലനിൽക്കുന്നത് എന്നുള്ള ഒരു തത്വം വളരെ പ്രധാനമാണ്. അതാണ് ഒരുപക്ഷെ ഈ തിരുപ്പരംകുണ്ട്രം കേസിലെ അപ്പീലിൽ സുപ്രീം കോടതിയുടെ തീരുമാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദയവ് ചെയ്ത് ഈ വിഷയത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവിടുത്തെ പൗരാണികമായിട്ടുള്ള ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുപ്പരംകുണ്ട്രം ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ ആചാരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിഘ്നം ഉണ്ടാക്കുന്ന രീതിയിൽ സമീപകാലത്ത് ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു മതത്തിൻ്റെ ഒരു ആചാരം അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ള, അത് നിയന്ത്രണ വിധേയമാകണം എന്നുള്ള ഒരു തത്വമാണ് ഇവിടെ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിന് അവരുടെ ഈ തീരുമാനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓം സുബ്രഹ്മണ്യായ നമഃ. ജയ് ഹിന്ദ്.